കയറി നോക്കിയിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ വീൽ ഹൗസിലാണ് നിൽക്കുന്നത്. വീൽ ഹൗസ് ഞാൻ വീട്ടിലാണ് കിടക്കുന്നത്, ബോട്ടിന്റെ ഉള്ളിലാണ്. നമ്മുടെ ആ ഒരു വെസലില്ലേ, ആ ഒരു വെസലിന്റെ ഉള്ളിൽ ആ ഒരു ബെഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് അവിടെ നിന്ന് ആ ഒരു കാറ്റ്, തണുത്ത കാറ്റടിച്ചിട്ട് അടിപൊളിയാണ്. എഞ്ചിൻ റൂമിലേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. ഒഴുക്കുവലയുടെ പണിക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ബോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ട്രോളിന്റെ ഫിഷിംഗ് പോലെ വല വലിച്ചുകൊണ്ടുപോകുന്ന പരിപാടി ഈ ഒരു ബോട്ടിനകത്തിലിട്ടാ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുനമ്പത്താണ്ട്. എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് കേരളം കേന്ദ്രവും കൂടി ഒരുമിച്ചിറക്കിയാണ് മത്സ്യബന്ധനത്തിനുള്ള ഒരു ബോട്ടുണ്ട്, ഒരു വെസൽ, ചെറിയൊരു വെസൽ. ഏകദേശം 1.5 കോടി രൂപയോളം വില മതിക്കുന്ന ഒരു വെസൽ. അപ്പൊ അതും നമ്മുടെ നാടൻ ബോട്ടും ആ ഒരു വെസലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പോയിട്ട് ആ ഒരു ബോട്ടിന്റെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ വീൽ ഹൗസും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഒരു വെസൽ ടൈപ്പാണ്, ഷിപ്പിന്റെ ഒക്കെ ടെക്നിക്കാണ്. അപ്പൊ ഒന്ന് പോയിച്ചും വരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ 1.5 കോടി രൂപയോളം വില വന്ന ഒരു കേരളവും കേന്ദ്ര സർക്കാരും കൂടിയും ചേർന്നിട്ട് ഇറക്കിയേക്കണ ഒരു ഫിഷിംഗ് ആനോട്ട്. അതായത് നമ്മുടെ ഡീപ് സീ ഫിഷിംഗ് വെസൽ എന്ന് പറയും. ആഴക്കടലിലാണ് കൂടുതലായിട്ടും ഈ ഒരു ബോട്ട് പണിക്കോണ്. 10-20 ദിവസം 25 ദിവസം പണിയൊക്കെ കഴിഞ്ഞാൽ കരക്കേ കയറണം. കൂടുതലും ഒഴുക്കുവലയുടെ പണിയാണ് ഈ ഒരു ബോട്ട് എടുക്കുന്നത്. അതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം ഈ ഒരു ജില്ലകളിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. 7 ബോട്ടേ ആകെ ഇറക്കിയിട്ടുള്ളൂ. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 മത്സ്യത്തൊഴിലാളികൾക്കാണ് ഗവൺമെൻറ് ഈ ഒരു ബോട്ട് നൽകുന്നത്. ഇതിൻ്റെ പാതി പൈസ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പാതി പൈസ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടോട്ടോ. അങ്ങനെയും ചെറിയൊരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡീപ് സീ ഫിഷിംഗ് യൂണിറ്റിൻ്റെ ഈ ഒരു ബോട്ടിനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ആ ബോട്ടിലാണ് നിൽക്കണം. അപ്പോൾ മുന്നിലേക്ക് വരാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അണിയത്ത് ഇവരുടെ ആ ഒരു ഒഴുക്കോലയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ വീൽ ഹൗസും കാര്യങ്ങളൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ഐസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണിക്ക് പോകാനായിട്ട് രാത്രി ഒരു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐസും കാര്യങ്ങളും നമ്മൾ ഈ പ്ലാന്റിൽ പിടിച്ചിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഓരോ ബ്ലോക്കുകൾ അവിടെ മെഷീനിൽ പൊടിച്ച് നേരെ പൊന്തി ഇതിൻ്റെ ഉള്ളിലൂടെ നേരെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിലേക്ക് പൊടിഞ്ഞൊടിഞ്ഞ് ചെറിയ തരികളായിട്ട് വീഴേണ്ട ചെയ്യണം. കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ഈ ഒരു ബോട്ടിന്റെ വീൽ ഹൗസിന്റെ ഉള്ളിലേക്ക് ബോട്ടല്ല, ഇതൊരു വെസലാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു വെസലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ ആ ഒരു ഫിഷിംഗ് ബോട്ട്, നമ്മുടെ നോർമലുള്ള നമ്മുടെ കടലിൽ പോണ ആ ഒരു ബോട്ടും അതുപോലെ ഇതും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്നല്ല. അടിപൊളിയാണ്ടുള്ളൊക്കെ നോക്കി നമ്മുടെ ആ ഒരു വീൽ ഹൗസ് പോലെ തന്നെ എന്ന് പറയാൻ പറ്റൂല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആദ്യം തന്നെ നമുക്ക് കിച്ചൺ കാണിച്ചില്ല. നമ്മുടെ ഈ ഒരു വെസലിന്റെ കിച്ചണിലാണ് ഞാൻ ഇരിക്കണം. കണ്ട, ചെറിയൊരു സ്റ്റൗ വീടുണ്ട്. അത് നമ്മുടെ പാത്രമൊക്കെ വെക്കാൻ നേരത്ത് കടലിലാടുമ്പോ റോൾ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സാധനം കൂടി വെച്ചേക്കണം, സെറ്റ് ചെയ്ത്. കണ്ട, ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ പാത്രം നല്ല കറക്റ്റ് ആയിട്ട് അവിടെ സ്റ്റഡി ആയിട്ട് നോക്കും. കണ്ട, അതുപോലെ മിക്സി ഉണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരാൻ നേരത്ത് കണ്ട സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴുകാനായിട്ട്. നമ്മുടെ മറ്റേ ബോട്ടുകൾ നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ചോറി കഴിഞ്ഞ് പാത്രം കഴുകുന്ന വാട്ടർ പമ്പ് വെച്ച് അടിച്ചാണ്ട. ഇവിടെ പക്ഷെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ വരുന്നുണ്ട്. അതേ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാട്ട, കിച്ചണൊക്കെ അടിപൊളിയായിട്ട് ഇവര് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്തുമ്പോ കാറ്റൊക്കെ കണ്ടിങ്ങനെ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് കടലൊക്കെ കണ്ടിങ്ങനെ കറിയൊക്കെ ഇങ്ങനെ ഇളക്കി ഉണ്ട്. അടിപൊളിയാണ് സംഭവം, കൊള്ളാം. ഞാൻ വീട്ടിലാണ് കിടക്കണത്, ബോട്ടിന്റെ ഉള്ളിലാണ്. നമ്മുടെ ആ ഒരു വെസലില്ലേ, ആ ഒരു വെസലിന്റെ ഉള്ളിൽ ആ ഒരു ബെഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാഴ്ചകൾ കാണാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ട്. തുറന്നു കഴിഞ്ഞാല് കടലിലെ കാഴ്ചകൾ, നല്ല കാറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മ ഇനി ബോറൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ പണി മോശം അതിന്റെ പേരിലേക്ക് ടങ്കറിലൊക്കെ ഇടും. അപ്പൊ ഇനിയിപ്പോ സിനിമ കാണണമെന്നൊരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ TV ഉണ്ട്. TV ഒക്കെ നമ്മുടെ നാടൻ ബോട്ടിലുണ്ടോ. പക്ഷെ ഈ ഒരു വൈബും കാര്യങ്ങളൊക്കെ വേറൊരു സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ നാടൻ ബോട്ടുകളുടെ വീൽ ഹൗസിനെ വെച്ച് നോക്കാൻ നേരം. അതുപോലെ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ചെറിയൊരു ഫാൻ ഉണ്ട്. അതെല്ലാ ബെഡിന്റെയും മടിയിലുണ്ട് ഇങ്ങനെ ഒരു ഫാൻ. വീൽ ഹൗസിന്റെ ഉള്ളിൽ കയറി നോക്കിയിട്ട് വരാം. അങ്ങനെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ വീൽ ഹൗസിലാണ് നിൽക്കുന്നത്. പിന്നെ സ്രാങ്കാണ് നിൽക്കണം. സ്രാങ്കിന്റെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് കാര്യം കൊടുക്കാം. സ്രാങ്ക് എന്താ പേര്? പ്രദേശ്. എവിടെയാണ് സ്ഥലം? കൊടിയൂർ, തിരുവനന്തപുരം. അപ്പൊ സ്രാങ്ക്, അതായത് നമ്മുടെ ഈ ഒരു നാടൻ ബോട്ടും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? സ്രാങ്ക് ഇപ്പൊ എത്ര നാളായത് ഈ പോകാൻ തുടങ്ങി? ഇത് വന്നിട്ട് ഞാൻ കയറി വന്നിട്ട് 1.5 മാസമായി. 1.5 മാസം ഇതിൽ കയറി. അപ്പോ ബോട്ടിലെ ഇതിലുള്ള നമ്മുടെ വ്യത്യാസം ചെറിയ വെസലാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയ വെസലാണ്. വെസലിന്റെ മെത്തേഡ്, അതിന്റെ എല്ലാ ഇതും സിസ്റ്റങ്ങളും അങ്ങനെയാണ്. അതായത് നമ്മുടെ നാടൻ ബോട്ടുകളുടെ എഞ്ചിനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതില് കുറച്ച് ടെക്നോളജി ഉണ്ട്.
അവര് ഷിപ്പിലിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഇതിനകത്ത്. ഇതുപോലെ ഇതിനകത്ത് നമ്മുടെ ഈ സിസ്റ്റങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം കുറച്ച് വ്യത്യാസമാണ്. അവിടെ ബോട്ടില് ഉള്ളത് കാരണം നമ്മൾ ഷിപ്പിലിരിക്കുന്നത് പോലെയാണ്. ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ബോട്ട് സൈഡും സ്റ്റാർബോർഡ് സൈഡ് കുറച്ച് ഇങ്ങനെ കറക്റ്റ് കൊടുത്താൽ മതി. അതായത് സ്റ്റിയറിംഗിന്റെ സിസ്റ്റം ഇവിടെയാണ്. സ്റ്റിയറിംഗും ഉണ്ട്, മാനുവൽ ഉണ്ട്, ഇതുണ്ട്. ഇത് നമ്മുടെ റഡർ ഇങ്ങനെ കറങ്ങണ ആംഗിളാണല്ലേ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആക്സിലേറ്ററും അതുപോലെ തന്നെ ഗിയറും ആണ് ഈ കാണുന്നത്. ഫോർവേഡ്, റിവേഴ്സ്, പിന്നെ ഇത് GPS. പിന്നെ ഈ സാധനം ഇത് ഷിപ്പ് എവിടെ ഏത് ഭാഗത്ത് വരുന്നതെന്നെല്ലാം നോക്കാൻ പറ്റും. നമ്മുടെ ഏരിയയില് നമ്മുടെ ലൊക്കേഷനിൽ വന്നെങ്കിൽ പിന്നെ നമ്മളെ കാണുമ്പോൾ അവർക്ക് സിഗ്നൽ കിട്ടും. നമ്മൾ ഇത്ര പൊസിഷനിൽ കിടക്കുകയാണ് എന്നുള്ള സിഗ്നൽ അവർ കിട്ടും. അവർ മാറിപ്പോകും. പലയുടെ പുറത്ത് കയറൂല സിസ്റ്റങ്ങളാണ്. അത് AS എന്ന് പറയും. അതാണ് നമ്മുടെ ഷിപ്പിനകത്തുള്ള ഒരു മെയിൻ സെയിം ടെക്നോളജി തന്നെയാണ്. അതായത് ആ ഒരു ഈ ഒരു വെസലിന്റെ ചുറ്റിനും എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള ഒരു ഗ്രാഫ് രൂപത്തിൽ അതിനകത്ത് കാണിക്കും. ഇപ്പോൾ എല്ലാ ബോട്ടിലെയും ആൾറെഡി ആയിട്ട് അതൊക്കെ ഉണ്ട്. അതിന്റെ സിസ്റ്റം ചെറുതായിട്ടിരിക്കും. 7 ഇഞ്ച് 5 ഇഞ്ച് അങ്ങനെ ഇരിക്കും. ഡിസ്പ്ലേ ഇത് 10 ഇഞ്ചാണ്. അപ്പൊ ഇന്ന് ഇന്ന് രാത്രി പോകും. രാത്രി പോയി കഴിഞ്ഞാൽ എത്ര ആള് മാക്സിമം 25 ദിവസം പോയി കഴിഞ്ഞാൽ ഈ ഒരു വെസലി കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു മാസം ഇപ്പൊ നമുക്കിപ്പോ പോവാന്നേ പലരും ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഇപ്പൊ ചെലവ് എന്തോരം വരും എന്നൊക്കെ ഉള്ളത് ഒരു 5-6 ലക്ഷം വരും സാധ്യത ഉണ്ട്. ഡീസല് റേഷൻ പിന്നെ ബേട്ട അതൊക്കെ നോക്കുമ്പോ ഒരു 5-6 ലക്ഷം രൂപ. അതുപോലെ ഇതിന്റെ ആറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ബോട്ടിനെ കൂടെ ഡെയിലി എന്നുള്ള രീതിയാണ്. അങ്ങനെയല്ല ഇതിന് കുറച്ച് കുറവുണ്ട്. പക്ഷേ ഫിഷിംഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് അവർ ബേട്ട കൊടുക്കും. ബേട്ട ഒരു ദിവസം 500 പ്രാവശ്യം കൊടുക്കും. അവർ ഷെയറിൽ കുറയ്ക്കും. ശതമാനത്തിൽ കുറയ്ക്കും. അങ്ങനെ വരും. ഇതങ്ങനെയല്ല 50-50 ആണ്. 50-50 ആകുമ്പോൾ നമുക്ക് ബേട്ട തന്നെ കുറച്ച് കുറവുണ്ടാവും. പിന്നെ അതിൽ എക്സ്ട്രാ പൈസ ഞങ്ങൾ ഇടും. അങ്ങനെ വരുമ്പോൾ ഇതിലാണ് അവർക്ക് ഒരുപാട് ലാഭമുള്ളത്. സിമ്പിൾ സെറ്റപ്പ്, അതായത് വേറെ ഒന്നുമില്ല. നേരിയ 2 സ്വിച്ച് ഓൺ ആകാം, സ്റ്റാർട്ട് ഓൺ ആകാം, ബോട്ട് സ്റ്റാർട്ടായി. അതുപോലെ സ്റ്റോപ്പും ആകാം, ബോട്ട് സ്റ്റോപ്പായി. എത്ര പേരുണ്ട് മൊത്തത്തിനകത്ത്? ഇപ്പൊ ഒരു 10 പേര് 15 പേരുണ്ട്. 15 പേരായിട്ടാണ് അപ്പൊ ഈ ഒരു വെസൽ പണിക്ക് പോകുന്നത്. കൂടുതലും ഒഴുക്കുവലയാണ് ഈ ഒരു ബോട്ടിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചൂണ്ടപ്പണിയും ഒഴുക്കുവലയും ട്രോൾ നെറ്റ് ഫിഷിംഗ് ഇവർ അങ്ങനെ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി എന്താ പറയാ, ഗവൺമെന്റ് ഇങ്ങനെ ഒരു വന്നിരിക്കുന്നത് ഇതുവരെ ഇത് ആറാമത്തെ ബോട്ടാണ്. അപ്പൊ വന്നവർക്കെല്ലാം ചെറിയ പരാജയമുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കാണുന്നില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വിജയിക്കും എന്നുള്ള ഒരു ഉറപ്പിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ സാങ്കേ, താങ്ക് യു. എല്ലാ കാര്യങ്ങളും ശ്രാങ്കരി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ ഇതിന്റെ റൂമിൽ തന്നെ 2 ക്യാമറ ഉണ്ട്. അതുപോലെ സ്റ്റോർ റൂം, പുറത്തെ ഫ്രണ്ടിലെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്താ എൻജിൻ റൂമിലേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ എൻജിൻ റൂമിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ബോട്ടിനെ വെച്ച് നോക്കാൻ നേരത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആദ്യം തന്നെ ഇവിടെ ഒരു മെയിനായിട്ട് ഒരു സ്വിച്ച് ബോർഡ് ഇരിക്കേണ്ട എല്ലാത്തിൻ്റെയും. അതുപോലെ തന്നെ സൈഡിൽ തന്നെ ഒരു 5 കിലോവാട്ടിൻ്റെ ഒരു ജനറേറ്റർ ചെറുതിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറേ പൈപ്പുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിനേലും വ്യത്യസ്തമുള്ളതിൻ്റെ പേരിൽ എനിക്ക് മനസ്സിലായില്ല. തൊട്ടിപ്പുറം തന്നെ ഒരു 30 കിലോവാട്ടിൻ്റെ ഒരു ജനറേറ്റർ ഇരിക്കുന്നുണ്ട്. അതിൽ രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ മെയിൻ എഞ്ചിൻ വന്നേട്ടാ കണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് യാർഡിൽ നിന്ന് ആളുകൾ, കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്ന് ആളുകൾ വന്നിട്ടാണ് ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും നോക്കുന്നത്. 7000 ലിറ്ററിൻ്റെ ഒരു സൈഡിൽ ഡീസൽ ടാങ്ക് ഉണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിലും 7000 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്ക് ഉണ്ട്. മൊത്തം കപ്പാസിറ്റി ഡീസലിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 14000 ലിറ്ററാണ്. അപ്പോൾ ഇപ്പോൾ ഡീസൽ അടിച്ചതിൻ്റെ പേരിൽ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാണണം 350 ലിറ്റർ ഇങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കയറി വരും. അതുപോലെ 10000 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് ഇതിൻ്റെ ബേസ്മെൻറ്റിലായിട്ടാണ് നമ്മുടെ ആ ഒരു വാട്ടർ ടാങ്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് എല്ലാം കാര്യങ്ങളും നമ്മുടെ മാക്സിമം എന്തോരം ചൂട് റെസിസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത് ആ ഒരു രീതിയിൽ ഇവർ ഫോയിലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ചൂട് കുറവാണ്. കണ്ടിന്യൂസ്ലി നമ്മുടെ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ എഞ്ചിൻ റൂമിൽ നല്ല ഹീറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതും കുറക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് എയർ എടുത്തൊരു കൂളറും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ബോട്ട് സ്റ്റാർട്ട് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ചിലവ് കൂടുതൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ആ പുറത്തുനിന്ന് എയർ എടുക്കണ ആ ഒരു കൂളറിൻ്റെ ടെക്നിക്ക് കേട്ടോ. അതുപോലെ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഇവിടെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ. അങ്ങനെ ബാക്കിലൊരു ഗ്ലാസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് മുഖമൊക്കെ നോക്കുക. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമാണ്. ബാത്റൂം നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാത്റൂമിൻ്റെ ആ ഒരു വേസ്റ്റ് പോകുന്നത് നേരെ കടലിലേക്കല്ല പോകുന്നത്.
നമ്മുടെ ആ ഒരു ബാത്റൂമിൻ്റെ വേസ്റ്റ് വന്ന് വീണ് നേരെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളൊരു ബയോഡൈജസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന് വീഴാൻ നേരത്ത് ഈ ഒരു വേസ്റ്റ് നേരെ ആ ഒരു 3 ലെയറിൽ ഇങ്ങനെ പ്രവർത്തിച്ച് വരാൻ നേരത്ത് അതൊരു വെള്ളമായിട്ട് ഇല്ലാതാവേണ്ട ചെയ്യുന്നത്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസിങ് കണ്ട നമുക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങാം. സാധാരണ ബോട്ടുകൾ പോലെയല്ല ഇത്, ഫ്രീസിങ് ആണ് ഇതിൻ്റെ ആ ഒരു ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് നേരെ ഇറങ്ങിയിട്ട് ഉള്ളിൽ കാണാം അടിപൊളിയായിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. നമ്മുടെ നാടൻ ബോട്ടുകൾ വെച്ച് നോക്കാൻ നേരത്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. നാടൻ ബോട്ടുകളെ പോലെ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഓടിക്കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ചെറിയൊരു സ്റ്റോർ റൂമാണ്, എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള കണ്ട ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 350 ബ്ലോക്ക് ഐസാണ് നമ്മുടെ ഈ ഒരു ബോട്ടിനകത്ത് എടുത്തിട്ടാണ്. അപ്പൊ ശരിക്കും 1 മാസത്തേക്ക് പോണതിന് 350 ബ്ലോക്ക് ഐസ് തികയുമെന്ന് പലരും ചിന്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസിംഗ് ആണ് ഇതിന്റെ ഒരു സ്റ്റോർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങോട്ട് നോക്കാൻ നേരത്തെ കാണാൻ പറ്റും കണ്ട ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു സ്റ്റോർ റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെലവ് കൂടുതലായിരിക്കുള്ളൂ. ഈ ഫ്രീസിങ്ങിന്റെ ഇതിന് വെക്കാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് കൂടുതലായിരിക്കുള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും. പക്ഷെ അതിനേലും ടെക്നോളജി കൂടിയ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇതാണ്. ഇതിലെന്ന് പറഞ്ഞാൽ മീൻ നമുക്ക് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് പക്കയായിട്ടിരിക്കും. അതാണ് ഇതിന്റെ ആ ഒരു ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഈ ബോട്ടിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂമിൽ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്നേക്കണത്. നമ്മുടെ ബോട്ടുകളെ പോലെ പഫ് ചെയ്ത് ഫൈബർ ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല, ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്നേക്കണത്. ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കൂളിംഗ് അങ്ങനെ തന്നെ ടെമ്പറേച്ചർ ആ ഒരു ലെവലിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം. അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. സാധാരണ ബോട്ടുകളുടെ സ്റ്റോർ റൂമിൽ കയറാനായിട്ട് AC റൂമിൽ കയറിയ ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ ഇതിനകത്ത് അവിടെ നിന്ന് ആ ഒരു കാറ്റ് തണുത്ത കാറ്റടിച്ചിട്ട് അടിപൊളിയാണ്. സ്റ്റോർ റൂമൊക്കെ നല്ല പക്കയായിട്ടാണ് വെക്കുന്നത്. കാരണം 10-20 ദിവസം കടലിൽ കിടക്കാനുള്ളതിൻ്റെ പേരിൽ ഒരു എയർ പോലും ലീക്ക് വരാത്ത രീതിയിൽ നല്ല ഞെട്ടക്കിട്ട് നല്ല കിടിലിനായിട്ട് ടൈറ്റ് ചെയ്താണ്ട് വെക്കണത്. ഒഴുക്കുവലയുടെ പണിക്കാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ബോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഗോൾഡൻ ഫിഷിംഗ് പോലെ വല വലിച്ചുകൊണ്ടുപോകുന്ന പരിപാടി ഈ ഒരു ബോട്ടിനകത്തിലിട്ടാ. ഒഴുക്കുവലയും അതുപോലെ തന്നെ ചൂണ്ടപ്പണിയുമാണ് ഈ ഒരു ബോട്ടിൽ മെയിനായിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു വലയുടെ കൂടെ മൂടിയിട്ടാണ്. അതുപോലെ ഈ വല നേരെ ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നേരെ കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വെളുപ്പിന് 2 മണി 3 മണിയാകുമ്പോൾ ഈ ഒരു ബീച്ചിൽ വലയിങ്ങനെ വലിച്ചു കയറ്റും. അതാണ് ഈ ഒരു. അപ്പൊ അതേ നമ്മുടെ ബോട്ടിലായി ഈ ഒരു ബോട്ടിൽ പോണ ചേട്ടന്മാരാണ്ട് നിൽക്കണം. ഇവര് നമ്മുടെ നാട്ടുകാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ബിജു, 2 ബിജുമാരുണ്ട്. ഇവര് നമ്മുടെ ഈ നാട്ടിലുള്ളതാണ്. മടപ്പിളായിട്ടാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ്റെ വീട് മാലിങ്ങരയുണ്ട്. അപ്പൊ ഇവരാണ് ഈ പോണ. ഇവര് 4 മലയാളികൾ 4-5 മലയാളികളുണ്ട്. അതുപോലെ ബാക്കി കൊച്ചിക്കാരുണ്ട് ഇതിനകത്ത് തന്നെ. ഈ ഒരു ബോട്ട് കടലിൽ പോകാൻ നേരത്തെ നമ്മൾ 20-25 ദിവസമൊക്കെ കടലിൽ പോകാൻ നേരത്തെ ഇതിൻ്റെ ഒപ്പം വള്ളവും ഉണ്ടാവട്ടെ. ആ ഒരു വള്ളത്തിൻ്റെ എഞ്ചിനാണ് ആ കാണുന്നത്. നമ്മൾ ഈ ചൂണ്ടപ്പണിയൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഈ വള്ളത്തിൽ കയറിയായിരിക്കുള്ളൂ കുറച്ച് പേര് പോകുന്നത് കണ്ട. അതും കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെയുണ്ട്. ഇതിൻ്റെ പുറകയിൽ ഇത് കെട്ടി വലിച്ചിട്ടായിരിക്കുള്ളൂ ഈ ഒരു ബോട്ട് കടലിലേക്ക് പോകണേട്ടാ. അപ്പം അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കെട്ടഴിച്ചിട്ട് നേരെ ഹാർബറിൽ പിടിക്കാനായിട്ട് പോകേണ്ട. അപ്പോൾ സ്രാങ്കതയെ ബോട്ടും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രത്തിൻ്റെയും കൂടി ഒരു നല്ലൊരു പദ്ധതി തന്നെയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് വിജയകരമായിട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ബോട്ടുകളാണ് നമ്മുടെ ഈ ഒരു കേരളത്തിന് വേണ്ടി കൊടുത്തേക്കുന്നത്. അതിൽ തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, പിന്നെ മലപ്പുറമുണ്ട്. ഇനിയും ഈ ഒരു ഫിഷിംഗ് മേഖല വളർന്ന് നല്ല രീതിയിൽ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യണേ. എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റ.